ഇന്നലെ കാണിച്ചിട്ടില്ല. നിനക്ക് നീ നേരത്തെ ഏതെങ്കിലും കേസിൽ പ്രതി എങ്ങനെയാണോ ഇവിടെ? ഞാൻ നമ്മളെ വീരപ്പയില്ലേ, വീരപ്പനും ഞാനും കൂടെ മറ്റേ അവിടെ ചന്ദനം മുറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തിരുവൈക്കോട് അമ്പലത്തിൽ നിന്നും ഒരു കുട്ടിയെ കാണാനില്ല എന്ന വാർത്തയിൽ കസ്റ്റഡിയിലെടുത്ത ആളാണ് നമ്മളോട് സംസാരിക്കുക. എന്താണ് സംഭവിച്ചത്? ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ പാവം എൻ്റെ മോൻ്റെ പ്രായം അങ്ങനെയുള്ള കുട്ടികളുടെ ഞാൻ മക്കള് അവൻ എന്ത് ചെയ്തു, അവിടെ ആ കോവിലുണ്ടായിരുന്നു, തിരുവോട് നമ്മൾ തിരുവൈക്കോട് അമ്പലം എന്ന് പറയുന്ന അമ്പലത്തിലുണ്ടായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞു, മക്കളെ എങ്കിൽ വീട്ടിൽ പോടാ, വീട്ടിൽ പോയിട്ട് കുളിച്ച് മോനെ ഫ്രഷായിട്ട് മോനെ പോവാലോ എന്ന് പറഞ്ഞ വന്നതാ. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പോയപ്പോൾ കാക്ക നൗഷാദൊക്കെ ചോദിച്ചു, ഏതാടാ പയ്യൻ എന്ന് ചോദിച്ചു. അപ്പൊ യവൻ പറഞ്ഞ്, മാമ പറയല്ലേ മാമ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ്, കാക്ക ഇത് നമ്മളെ ഒരു അളിയൻ്റെ മകനാണ്, അവൻ ചടയമംഗലത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല, എടാ നീ അവസാനം എനിക്ക് നീ ബാലപീഡനത്തിനും കൂടെ കേസാക്കി തരൂടാ. അല്ല, കാക്ക എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ നാക്കടുത്ത് വളയ്ക്കാതിരിക്കുന്നു, ഈ കൊച്ചിക്ക് ചൂടാ, ഇവ ഏതെന്നാ എവിടെ നിന്ന് വന്നാ എനിക്ക് അറിഞ്ഞിടുന്നു, ഇവ ഏതാണ് എവിടെ നിന്ന് വന്ന് എനിക്ക് അറിഞ്ഞിടാന്ന് പറഞ്ഞു. പിന്നെ നീ എന്തിനാ, നിനക്ക് അറിഞ്ഞൂടെ, നീ കൊണ്ടുപോയത് എന്തിനാ അവനെ? എന്റെ പൊന്നെ, ഈ വായുവിക്ക് ഇറങ്ങി പോണ്ടേ വണ്ടിന്ന്, വണ്ടി കയറിയെങ്കിരുന്ന് ഓ ഞാനും വരുന്നെണ്ണാന്നും പറഞ്ഞു. മാമാന്ന്. ഈ പയ്യനെ എപ്പോഴാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയത്? രാവിലെ വെളുപ്പാങ്കാലം. ഇന്ന് രാവിലെ? ഓ എവിടെ നിന്നാണ് കുട്ടിയെ കിട്ടിയത്? ഇവൻ പറഞ്ഞ തിരുവേക്കോട് അമ്പലത്തിൽ നിന്ന്. ഇവൻ പറഞ്ഞ പള്ളി വേട്ട കാണാൻ വേണ്ടിട്ട് വന്നതാണ് മാമ എന്നാണ് പറഞ്ഞത്. അത് ശരി. അപ്പൊ പിന്നെ എങ്ങനെ നിന്നെ പിടിച്ചത്, എങ്ങനെ ഈ കൊച്ചിനെ നിന്നെയും കൂടെ പിടിച്ചത് എങ്ങനെ? പിടിക്കാൻ എന്തായാലും ഇപ്പൊ കാക്ക എൻ്റെ അടുത്ത് പറയണം, ഞാൻ നിനക്ക് പിന്നെ പള്ളി വേട്ട കാണാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയണമെന്ന് വെച്ചോ. നിങ്ങൾ എന്നെ വണ്ടിയിൽ പറയൊക്കെ ഇരിക്കണം, നിങ്ങളുടെ ഞാൻ പറയുന്നത് എനിക്ക്. നീ പിന്നെ എന്തിനാ ഇവനെ ഈ കുട്ടിയെ നിലമേൽ കൊണ്ടുപോയത് എന്തിനാണ് ഞാൻ ചോദിച്ചത്? നിലമേലായിരുന്നു വർക്ക് സൈറ്റ്. അപ്പൊ നിനക്ക് ഇവിടെ ആക്കി, നിനക്ക് പരിചയമില്ലാത്ത കുട്ടിയല്ലേ, അപ്പൊ നിനക്ക് ഇവിടെ ആക്കിയത് പോയിക്കൂടായിരുന്നു? 50 വട്ടം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു ഇറങ്ങാൻ. അവൻ കേക്കണ്ടേ? ഓ അത് ശരി, അവൻ കേൾക്കാതെ കൊണ്ട്. എന്നാലും നിർബന്ധിച്ച് നിങ്ങളുടെ കൂടെ വന്നതാണോ? അതെ, അല്ലാതെന്താ. ഓ അങ്ങനെയാണ്, അവനും വരുന്നെന്നും പറഞ്ഞങ്ങ് പോയതാ. ഇപ്പം സാധാരണ ഇങ്ങനെ പോകുന്ന ആളാണോ? നിനക്ക് നേരത്തെ പരിചയം ഉണ്ടാവില്ല? എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, മതി.